ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത് കുറേ കാലത്തിന് ശേഷം നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. 2 മണിക്കാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ടൈമിന് ഇറങ്ങാനാ? ഈ 2 എണ്ണത്തിനെയും മാറ്റിച്ച് ഒരു ബനിയൻ ഇടുമ്പം അവന് അത് വേണ്ട, മറ്റേ ബനിയൻ ഇടുമ്പോൾ അവന് ഇത് വേണ്ട, അങ്ങനെ ഒരു വിധം ഇറങ്ങിയതാണ്. അങ്ങനെ ഇതാ ശൈലമോളെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അവളെ പിക്ക് ചെയ്തു. കുറേ ചിരിച്ച് കുറേ കാലത്തിന് ശേഷം കണ്ടതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഗോകുലമാളിലാണ് വെന്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അവിടേക്ക് എത്തിച്ചേരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ 2 ആൾക്കാർ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗോകുലമാളിലുള്ള നെസ്റ്റോയിൽ കയറി ഒന്ന് നോക്കുകയാണ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ടോയെന്ന്. ശൈല ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ലാസ്റ്റ് ടൈമിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങുക. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാര്യമായിട്ട് കണ്ടില്ല. പിന്നെ മാക്സ് കയറിയപ്പോൾ എനിക്ക് ഈ ക്ലിപ്പ് ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഒട്ടും സമയം കളയാണ്ട് ഈ ക്ലിപ്പ് വേഗം എടുത്തു. അങ്ങനെ ഫുഡ് കോർട്ടിൽ അവരുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ശൈല ഞാൻ മാക്സ് കയറിയ നേരം കൊണ്ട് അവൾ അങ്ങോട്ടേക്ക് പോയി. എന്താ ഫുഡ് കോർട്ടിലേക്ക് നടക്കുകയാണ്. അതാ അവിടെ ഇരിക്കുന്നു. ഇവരെയൊക്കെ കണ്ടിട്ട് ഞാൻ 5 വർഷത്തോളമായി ഇവരെയൊക്കെ കണ്ടിട്ട്. കോളേജ് വിട്ടതിന് ശേഷം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. റെയ്ത ഖത്തറിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അനക കിങ് ഫ്രൈൽ അങ്ങനെ അടുത്ത ടീംസും എത്തി. ഇവർ കുറച്ച് ലോങ് നിന്നാണ്. അങ്ങനെ ഇവർ എപ്പോഴും ലേറ്റായി എത്തുന്ന ടീംസാണ്. അങ്ങനെ അതാ ജൂനിയർ മുനവറായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും എത്തിയപ്പോൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. ഗേൾസ് ഔട്ടിംഗ് ആണെങ്കിൽ പിന്നെ അതാണല്ലോ മെയിൻ, ഫോട്ടോസ്, ഫുഡ്, പിന്നെ കുറേ വർത്താനം പറഞ്ഞിരിക്കും. അതൊക്കെ തന്നെ. ഇതിലിപ്പോൾ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, ഒരാൾ മിസ്സിങ് ആണ്. എല്ലാവരും വരുന്നത് കാത്തിരുന്നാൽ ഞങ്ങൾ ഒരിക്കലും മീറ്റ് ചെയ്യൂല. കാരണം ഓരോ ടൈമിലും അവർക്ക് ലീവ് കിട്ടുന്നതിനനുസരിച്ച് അവർ നാട്ടിലേക്ക് വരും. അപ്പോൾ ഓരോരുത്തരെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ അനഘൻ്റെ കല്യാണമാണ്, ഞങ്ങളെ ബ്രൈഡ് ടു ബി. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ തന്നെ ഒരു കേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കേക്കൊക്കെ നോക്കുകയാണ്, എങ്ങനത്തെ കേക്കാണ് വാങ്ങുക, എന്ത് സർപ്രൈസാണ് കൊടുക്കുക. പെട്ടെന്ന് അവിടെ നിന്നൊരു പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഇനി ആർക്കും ബ്രൈഡൽ ഷവറോ ഒന്നും സമയം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കേക്കൊക്കെ വാങ്ങി. ചെറിയൊരു കട്ട് കേക്കാണ് വാങ്ങിയത്. കാരണം ഞങ്ങൾ ഫുഡ് കുറച്ച് ഹെവി ആക്കാമെന്ന് വിചാരിച്ച് ചെറിയ കേക്ക് വാങ്ങി. അങ്ങനെ അതാ അവിടെ നിന്ന് തന്നെ പ്രോപ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതാണ്. അവൾക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല കേട്ടോ. അവൾക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അത് ഞങ്ങൾക്ക് സുഖമായി, അവളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ കേക്കും കൊണ്ട് ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോവാണ്. ഇത് ശരിയില്ല. ഇത് ഇവിടെ വെക്ക്, ഇത് ഇവിടെ വെക്ക്. വെക്കുന്ന ഞാൻ കുറച്ച് കുടിക്കാം. Click on the bell button. Bell button. കുറേ കാലത്തിന് ശേഷം കാണുകയാണെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഇടയിലൊന്നും മാറിയിട്ടില്ല. ആ കോളേജ് വൈബിലേക്ക് തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ ഞങ്ങൾക്ക് ആ വൈബിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഒരു 2 മണിക്കൂർ അവരെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോൾ ഒരു റീചാർജ് ആയതുപോലെയോ അല്ലെങ്കിൽ ഒരു മീ ടൈം കിട്ടിയ പോലെയൊക്കെ എനിക്ക് തോന്നി. ഈ കുട്ടികളും എല്ലാവരും റെസ്പോൺസിബിലിറ്റീസൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ സമയം കിട്ടുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ മനസ്സൊന്ന് ചിരിച്ചു പോകുമല്ലോ. അങ്ങനത്തെയൊക്കെ ഒരു ടൈമായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങളിതാ ഫുഡടിയൊക്കെ തുടങ്ങി. പിന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ടൈം എത്ര പെട്ടെന്നാണ് പോയതെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇതാ പോവാനായി. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ.
അങ്ങനെ വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ഗായ്സ്.